ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ലഞ്ച് കാണാം. സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് ഞാൻ പ്രോബ്ലി ഇട്ടുണ്ടാവും, എനിക്കറിയില്ല. ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് വേറൊരു ട്രിക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകെ തന്നെ വരുന്നതായിരിക്കും. ബട്ട് ലെറ്റ്സ് ഗോ ടു ദ ലഞ്ച് ക്വിക്ക്ലി. ബാ. അപ്പോൾ ഇന്ന് ഞാൻ ചോറിനെടുത്തത് ഒരു ചട്ടിയാണ് കേട്ടോ. ചട്ടിയിലിട്ട് കഴിക്കാൻ ഭയങ്കര രുചിയാണ്. അത് ഓൾമോസ്റ്റ് എല്ലാ മലയാളികളും അഗ്രി ചെയ്യുന്നൊരു കാര്യമായിരിക്കും. അപ്പോൾ നമ്മളൊരു ചട്ടി എടുത്തു, അതിനകത്തേക്ക് ചൂട് പാർന്ന ചോറിട്ടു. അതിൻ്റെ നടുക്ക് ഇതുപോലൊരു കുഞ്ഞ് കിണറുണ്ടാക്കിയിട്ട് ആ കിണറിലേക്കായിരിക്കും നമ്മുടെ ഫസ്റ്റ് കറി ഒഴിക്കുന്നത്. അത് തക്കാളി മോര് കറിയാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പം എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ നോക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിൽ ആ റെസിപ്പി കണ്ടിട്ട് ക്വിക്ക്ലി കറി ഉണ്ടാക്കാം. നല്ല രുചിയാണ്. അതിൻ്റെ കൂടെ ഇന്നലെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത റെഡ് ക്യാബേജിൻ്റെ മുട്ട റോസ്റ്റാണ് ഇട്ടിരുന്നത്. മെയിനായിട്ടൊരു സാധനമുണ്ട്, ഇപ്പോൾ കാണിച്ചത് എൻ്റെ ഫേവററ്റ് സാധനം. ഞാൻ മുമ്പും പല വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. കാണാം. ഇത് വെറുതെ സവാളയും പച്ചമുളകും ഒന്നല്ലേ ചതയ്ക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ മറ്റേ ഡ്രിന്ന് കാണിച്ച് ചോപ്പ് ചെയ്യുന്നൊരു ചോപ്പിംഗ് മെഷീൻ ഉണ്ടല്ലോ, അതിനകത്ത് ചോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് അടിക്കുക. എന്നിട്ട് ചെറുതായിട്ട് പുളിവെള്ളം ഒഴിക്കുക. അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി വിനെഗറും കൂടി ഇടുക, ഉപ്പ് ഇടുക. അത്രയേ ഉള്ളൂ ആ സാധനം. അതിൻ്റെ രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദിസ് വേൾഡാണ്. ആൻഡ് അതിന് പകരം വേണമെങ്കിൽ അച്ചാറിടാവുന്നതേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ആൻഡ് അത് കഴിഞ്ഞിട്ട് കുട്ടി പപ്പടം ഏത് ഷേപ്പിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ കുട്ടി പപ്പടമാണ് കേട്ടോ കൈസ് എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഊണ്. അപ്പം ഇനി നമുക്ക് കഴിച്ചു നോക്കാം. വലിയ പരിപാടിയൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ലഞ്ച്. പക്ഷെ ഭക്ഷണം കഴിക്കുന്നത് എനിക്കിഷ്ടമാണ്, കഴിക്കുന്നത് നിങ്ങളെ കാണിച്ചു തരുന്നത് എനിക്കിഷ്ടം. എന്താണെന്നറിയില്ല, ഞങ്ങൾ വീട്ടിലെല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ നമുക്കിനി എല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് കുഴയ്ക്കാം. ഇത് ചുമ്മാ ഭംഗിക്കെടുത്ത് വെച്ച് സൈഡ് ചെയ്യാം. ഓക്കെ, ഒരു ഇച്ചിരി ചോറിലേക്ക് നമ്മുടെ തക്കാളി മോര് മാത്രം നന്നായിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം പാറി നന്നായിട്ട്. ഇനി നന്നായിട്ട് കഴിച്ചു നോക്കേണ്ട കാര്യമില്ല, എന്നാലും ഇത് മാത്രം, ക്യാബേജ് മാത്രം. ഇനി നമ്മുടെ ശരിക്കുള്ള ഉരുള വരാൻ പോവാണേ. തക്കാളി, ക്യാബേജ്, മുട്ട. ഇത് പൊളിക്കുന്ന കേട്ടോ ടേസ്റ്റ് തോന്നണേ. ഇതെൻ്റെ ഫേവററ്റ് ബേബിയാണിത്. ചക്കട മുണ്ടൻ. ഔ, ഇത് ശരി കേട്ടോ ടേസ്റ്റ്. ഇത് മണമൊക്കെ വരുന്നുണ്ട്. കാര്യം വെജിറ്റേറിയൻ ആണെങ്കിലും ഇതിൻ്റെ റെസിപ്പീസ് ചെയ്തിട്ട് ഈ കോമ്പിനേഷൻ തന്നെ നിങ്ങൾ ചെയ്ത് വെക്കണം. കാരണം എന്താണെന്ന് പറയാൻ പാടില്ല, നല്ല രുചിയുണ്ട്. ചില സിമ്പിളായിട്ടുള്ള സാധനങ്ങൾക്കായിരിക്കും രുചി. അങ്ങനെ പറയാനുള്ള രസം എന്ന് വെച്ചാൽ തക്കാളി കൂട്ടി കഴിക്കാൻ രസമുണ്ട്, മറ്റേ ക്യാബേജ് കൂട്ടി കഴിക്കാൻ രസമുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ ഈ ഒരു സാധനവും പപ്പടവും കൂടെ വരുമ്പോൾ ടേസ്റ്റ് തന്നെ വേറെ പോലെയാണ്. വേറെ ഒരു കറി വെച്ച പോലെ ഒരു രുചിയാണ് കിട്ടുക. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് ഇങ്ങനെ തിന്നും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കാണുന്ന ഒന്നും ഈ പറയണ ഭയങ്കര എന്താ പറയുക, ഒരുപാട് മസാലയും ഒരുപാട് പ്രശ്നങ്ങളുള്ള സാധനങ്ങളല്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ്. ഓൺലി തിങ് പറ്റുമെങ്കിൽ ഈ ക്യാബേജിൽ നിങ്ങൾ മസാല കുറയ്ക്കുക. ഇതിൻ്റെ അടുത്ത് ഈ റെസിപ്പി എല്ലാവർക്കും ഒന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തത്. വേണമെങ്കിൽ വെച്ചിട്ട് ഇത് കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു രുചിയായിരിക്കും. പിന്നെ ചോറിൻ്റെ അളവ് കുറയ്ക്കുക. അതൊക്കെ സാധനങ്ങളൊക്കെ കുറച്ച് കൂടുതൽ കഴിച്ചു. ഞാൻ തൈരൊക്കെ ഉള്ളതുകൊണ്ട് നല്ല പ്രോബയോട്ടിക്കും ആയിരിക്കും. അപ്പോൾ ലാസ്റ്റ് ഇവിടെ കഴിക്കുകയാണ് ഫോർ യു ആൻഡ് ഫോർ മീ. ടാറ്റാ. ഇത് പൊളിക്കും. അപ്പോൾ stay tuned to my channel. Don't forget to subscribe and stay tuned. നമുക്കിവിടെ കുറേ സ്നേഹവും കുറേ ഫുഡും കുറേ ഫാമിലി പരിപാടികൾക്ക് മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും കുറേ സ്നേഹം മാത്രം. ആമീൻ. ബൈ. പിന്നെ ഗൈസ്, ചിലർ എൻ്റെ വീഡിയോസിലൊക്കെ കാണാൻ ചില ഐറ്റംസ് എവിടെ നിന്നാന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു കുട്ടി പപ്പടം കണ്ടിരുന്നില്ലേ, അത് കാഞ്ചന എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെയാണ്. ഇറ്റ്സ് വെരി കുഞ്ഞ പപ്പടം. അപ്പോൾ നമ്മളിങ്ങനെ പപ്പടം കീറിയൊക്കെ വയ്ക്കുന്ന പരിപാടിക്കൊക്കെ വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഗുരുവായൂർ പപ്പടം എന്നാണ് പേര്, പക്ഷേ കുട്ടിപ്പപ്പടമാണ് കാഞ്ചന. അപ്പോൾ ഇതും കൂടെ പറയാനുണ്ടായിരുന്നു, അത് വിട്ടു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ബാക്കി തിന്നട്ടെ കേട്ടോ.